ക്രിക്കറ്റ് എന്നത് ബാറ്റ്സ്മാൻ്റെ കളിയായി മാറിയിരിക്കുന്നു. അവർക്ക് ബൗണ്ടറി അടിച്ച് ആനന്ദിക്കാൻ വേണ്ടി മാത്രം പന്തെറിയാൻ വിധിക്കപ്പെട്ടവരാവുകയാണ് ബൗളർമാർ. ബാറ്റ്സ്മാൻ അനുകൂലമാകുന്ന നിയമങ്ങളാൽ സമ്പന്നമായ ക്രിക്കറ്റിൽ ബൗളർമാരെ കൂടി പരിഗണിക്കേണ്ടതല്ലേ? സമീപകാലത്ത് ഉയരുന്ന വലിയ ചോദ്യമാണത്. IPL അവസാനിക്കുമ്പോൾ ആ ചോദ്യത്തിന് കനമേറുന്നുണ്ട്. ക്രിക്കറ്റിനെ കൂടുതൽ ആവേശകരമാക്കുകയും ടീമിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മാറ്റങ്ങൾ ഉണ്ടാകണം. IPLൽ ഇനി എന്തു മാറ്റം വേണമെന്ന ചോദ്യത്തിന് ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞ ആ മറുപടി ഇതായിരുന്നു: ഇമ്പാക്റ്റ് പ്ലെയർ എന്ന നിയമം എടുത്ത് തോട്ടിൽ കളയണം. ക്രിക്കറ്റിൽ മുൻപൊരു താരത്തിന് പരിക്കേറ്റ് മടങ്ങിയാൽ അയാളില്ലാതെ കളി പൂർത്തിയാക്കണമായിരുന്നു ടീമുകൾക്ക്. ഫീൽഡറെ പകരക്കാരനായി ഇറക്കാം. ബാറ്റിങ്ങിനിടെ പരിക്കേറ്റ് ഓടാനാകാതെ വന്നാൽ പകരം റണ്ണറെയും ഇറക്കാമായിരുന്നു. എന്നാൽ ഒരു ബോളർക്ക് പരിക്കേറ്റാൽ ടീമിലെ മറ്റാരെങ്കിലും ആ കോട്ട എറിഞ്ഞു തീർക്കുക എന്നതായിരുന്നു ചട്ടം. 2011 റണ്ണറെ പൂർണ്ണമായും ഒഴിവാക്കിയ ICC ബാറ്റർക്ക് ഗുരുതര പരിക്കേറ്റാൽ അയാൾക്ക് പകരം കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിനെ പൂർണ്ണമായി കളിയിൽ ഉൾപ്പെടുത്താനുള്ള നിയമം കൊണ്ടുവന്നു. പരിക്ക് സാരമുള്ളതല്ലെങ്കിൽ മത്സരത്തിനിടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയ ശേഷം പിന്നീട് വീണ്ടും തിരിച്ചെത്തി ബാറ്റ് ചെയ്യാനും അവസരമുണ്ട്. IPLൽ അതിനെല്ലാം ഉപരി മറ്റൊരു മാറ്റമാണ് BCCI കൊണ്ടുവന്നത്. പ്ലേയിങ് 11ലെ ഒരു താരത്തെ മാറ്റി പകരം മറ്റൊരു താരത്തെ അനുവദിക്കുന്ന ഇമ്പാക്റ്റ് പ്ലെയർ എന്ന നിയമം BCCI നടപ്പാക്കിയത് 2023 സീസണിലാണ്. പരിക്കിനേക്കാളുപരി കളി കൂടുതൽ ആവേശകരമാക്കാനായിരുന്നു ആ നീക്കം. നിയമപ്രകാരം കളത്തിലിറങ്ങുന്ന പകരക്കാരന് ഫീൽഡിംഗ് മാത്രമല്ല, ബാറ്റിങ്ങും ബൗളിങ്ങും ചെയ്യാമെന്നതാണ് പ്രത്യേകത. ടോസ് സമയത്ത് ക്യാപ്റ്റൻ കൈമാറുന്ന 5 താരങ്ങളുടെ പട്ടികയിലെ ഒരാൾക്ക് മാത്രമാണ് അവസരം. അതാരാകണമെന്ന് സാഹചര്യം നോക്കി ടീം നിശ്ചയിക്കും. പ്ലേയിങ് 11ൽ പരമാവധി 4 വിദേശ താരങ്ങളെയേ അനുവദിക്കൂ എന്നതിനാൽ 5ാമതൊരു വിദേശ താരത്തെ പ്ലേയിങ് 11ൽ ഉൾപ്പെടുത്താനുമാകില്ല പകരക്കാരനായി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന താരത്തിന് പിന്നെ മത്സരത്തിൽ റോളില്ല. നിയമം പക്ഷേ ടീമുകൾ മറ്റൊരർത്ഥത്തിലെടുത്തു. ബാറ്റ് ചെയ്യുമ്പോഴും ബോൾ ചെയ്യുമ്പോഴും ബാറ്ററെയും ബൗളറെയും പരസ്പരം മാറ്റി ഒരു താരത്തിൻ്റെ അധിക നേട്ടമുണ്ടാക്കി. ഇമ്പാക്റ്റ് പ്ലെയറായി വരുന്ന ബോളർക്ക് മുഴുവൻ കോട്ടയായ 4 ഓവറുകളും എറിയാമെന്നതും ടീമുകൾക്ക് ഗുണമായി. ബാറ്റിംഗ് കൂടുതൽ കരുത്തുറ്റതാക്കാനും സ്പെഷ്യലിസ്റ്റ് താരങ്ങൾക്ക് അവസരം നൽകാനും കളിക്കിടെയുള്ള താരങ്ങളുടെ പരിക്കിനെ അതിജീവിക്കാനും ഇമ്പാക്റ്റ് പ്ലെയർ നിയമം ഗുണം ചെയ്തു. എന്നാൽ ഓൾറൗണ്ടർമാരുടെ വളർച്ചയ്ക്ക് ഈ നിയമം വെല്ലുവിളിയാണെന്ന് വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ബാറ്റ് ചെയ്യാനും പന്തെറിയാനും കഴിയുന്ന താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം ആദ്യം ബാറ്ററെങ്കിൽ പിന്നീട് അയാളെ പിൻവലിച്ച് ബൗളറെയും ടീമിൽ കളിപ്പിക്കാൻ തുടങ്ങി. രാഹുൽ തെവാട്ടിയ എന്ന താരത്തെ ഗുജറാത്ത് ഉപയോഗിച്ച രീതി ഉദാഹരണമാണ്. സ്പിൻ ഓൾറൗണ്ടറായി വളർന്നു വന്ന തെവാട്ടിയയ്ക്ക് ടീമിൻ്റെ ബാറ്റിങ്ങിൽ മാത്രമാണ് അവസരമുണ്ടാകുന്നത്. ശിവം ദുബെ, വെങ്കടേഷ് അയ്യർ പോലെയുള്ള താരങ്ങളും ഇതേ അവസ്ഥ നേരിടുന്നു. ഒരു ബാറ്റർ കൂടി അധികമായി പ്ലേയിങ് 11ലേക്ക് വന്നതോടെ എതിർ ബോളർമാർ കൂടുതൽ ശിക്ഷിക്കപ്പെടാൻ തുടങ്ങി. പണ്ട് 11 കളിക്കാരെ മാത്രം ഉപയോഗിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ക്യാപ്റ്റൻ്റെ തന്ത്രങ്ങളുടെ ഭംഗി ഇല്ലാതായി. ഒരാൾ അധികമായതോടെ വെല്ലുവിളികൾ കുറഞ്ഞു. തിരികെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ ഇമ്പാക്റ്റ് പ്ലെയർ ഇല്ലാത്ത സാഹചര്യം ഇന്ത്യൻ ടീമിനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശയക്കുഴപ്പത്തിന് ഇടയാക്കുന്നുവെന്നും വിമർശനമുണ്ട്. ക്രിക്കറ്റ് മാറുമ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. എന്നാൽ ക്രിക്കറ്റിന് ഗുണപരമല്ലാത്ത മാറ്റങ്ങൾ വേണമോ എന്നതാണ് ചോദ്യം. സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ ഇമ്പാക്റ്റ് പ്ലെയർ എന്ന സങ്കല്പത്തെ ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ അതിലെന്തെങ്കിലും പിഴവുണ്ടെന്ന് നമുക്ക് തന്നെ വിശ്വസിക്കേണ്ടി വരും. വളരെ വ്യക്തിപരമായ തോന്നലുകളാണ് താൻ പറയുന്നതെന്ന മുഖവുരയോടെയാണ് സച്ചിൻ ഇക്കാര്യം പറഞ്ഞത്. പക്ഷേ അത് വെറും വാക്കായി കരുതാൻ ക്രിക്കറ്റ് ലോകത്തിന് കഴിയില്ല. ക്രിക്കറ്റ് ഭരണാധികാരികൾക്കും അതിനാകില്ല. നിങ്ങൾ 20 ഓവർ കളിയിൽ ഒരു ബാറ്റ്സ്മാനെ അധികമായി ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബൗളർമാർ നേരിടുന്ന വലിയ വെല്ലുവിളി കുട്ടി ക്രിക്കറ്റിൽ അവരിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുകയാണ് ഈ നിയമത്തിലൂടെ. ഇത് കളിയുടെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കുന്നുവെന്നാണ് സച്ചിൻ പറയുന്നത്. സച്ചിൻ മറ്റു മാറ്റങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. 6 ഓവർ പവർ പ്ലേ 2ആയി വിഭജിക്കണം. നിലവിലെ ബാറ്റിംഗ് പവർ പ്ലേയിൽ 30 വാരയ്ക്ക് പുറത്ത് 2 ഫീൽഡർ മാത്രമാണ് അനുവദിക്കുന്നത്. ഇത് 2ആക്കി 4 ഓവർ പവർ പ്ലേ ബാറ്റിംഗ് പവർ പ്ലേ ആക്കാം. 2 ഓവറുകൾ ഫീൽഡിംഗ് ടീമിന് നൽകണം. ഫീൽഡിംഗ് ക്യാപ്റ്റന് ആ പവർ പ്ലേ എപ്പോൾ വേണമെന്ന് നിശ്ചയിക്കാനാകണം. അവിടെ 30 വാര സർക്കിളിന് പുറത്ത് 3ാമതൊരു ഫീൽഡറെ കൂടി അനുവദിക്കണം. ഈ തീരുമാനം കളിയിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ബോളിംഗ് ടീമിനും കഴിയും. 3ാമതൊരു കാര്യം സച്ചിൻ പറഞ്ഞത് ബോളറെക്കുറിച്ചാണ്. ഒരു ടീമിലെ ഒരു ബോളർക്ക് 5 ഓവർ എറിയാൻ കഴിയണം. ടീമിലെ ഏറ്റവും മികച്ച ബോളർക്ക് 1 ഓവർ അധികം കിട്ടുന്നത് തകർത്തടിക്കുന്ന ബാറ്റർമാരെ പിടിച്ചുകെട്ടാൻ സഹായിച്ചേക്കും. അതുവഴി ബാറ്റർമാർക്ക് മാത്രമായി IPL മത്സരങ്ങൾ വഴിമാറിയെന്ന ആരോപണത്തിൻ്റെ മുനയൊടിക്കാനാകുമെന്നും ബോളർമാർക്കും കളിയിൽ തുല്യ റോൾ കിട്ടുമെന്നും സച്ചിൻ കണക്ക് കൂട്ടുന്നു. BCCI അധികാരികളും മുൻ താരങ്ങളും സെലക്ടർമാരുമെല്ലാം അണിനിരന്ന വേദിയിലെ സച്ചിൻ്റെ പരാമർശങ്ങൾ അടുത്ത സീസണിൽ തന്നെ പ്രതിഫലിക്കാനുള്ള സാധ്യത ഏറെയാണ്.
വണ്ടർ കിഡിൽ നിന്ന് യൂണിവേഴ്സൽ ബേബി ബോസ് പദവിയിലേക്ക് ഉയർന്ന വൈഭവ് സൂര്യവംശിക്കും സച്ചിൻ ഉപദേശം നൽകുന്നുണ്ട്. സൂര്യവംശിയെ തന്നെ മുന്നോട്ട് പോവുക, മറ്റാരെയും അനുകരിക്കുന്നതാകരുത് കരിയർ. ക്രിക്കറ്റിലെ ഓൾ ഫോർമാറ്റ് താരമാകാൻ വൈഭവിന് കഴിയും. വെല്ലുവിളികൾ കരിയറിൻ്റെ അവസാന പന്ത് വരെ ഉണ്ടാകും. ബോളർമാർ ചോദ്യമുയർത്തും. അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനാകണം. പന്തിനെ വൈഭവ് കാണുന്നതും പ്രതികരിക്കുന്നതുമായ രീതിയിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകണം. ദീർഘമായ കരിയർ മുന്നിലുണ്ട്. തൻ്റെ കളിയിൽ ആത്മവിശ്വാസമുള്ള താരമായാണ് വൈഭവിനെ മനസ്സിലാക്കാനാകുന്നതെന്ന് സച്ചിൻ പറയുന്നു. അതുകൊണ്ട് യുവതാരത്തെ സമ്മർദ്ദത്തിലാക്കരുത്. ആവശ്യത്തിന് സമയം നൽകണം. ഉചിതമായ സമയത്ത് വൈഭവ് ഇന്ത്യൻ ടീമിലെത്തും. ചീഫ് സെലക്ടർ അജിത് അഗാർക്കറിനെ സാക്ഷിയാക്കി ഇതെല്ലാം അവരുടെ ചുമതലയെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു സച്ചിൻ്റെ ആ മറുപടികളെല്ലാം. ഇനി അറിയാനുള്ളത് സച്ചിൻ്റെ വാക്കുകൾ എന്ന് സാധ്യമാകും എന്നാണ്. ഒരുപക്ഷേ അടുത്ത സീസണിൽ തന്നെ ഇമ്പാക്റ്റ് പ്ലെയർ ഉണ്ടാകുമോ ഇല്ലയോ കാത്തിരിക്കാം.